ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നത് കുറച്ച് ചേന ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചേനേനെ കൊണ്ട് റോസ്റ്റാക്കിയിട്ട് എടുക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മസാലയെല്ലാം പെരക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി. ഇത്രയും സാധനം വെച്ചിട്ട് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മസാലപ്പൊടി ഇടുന്നുള്ളൂ. ഇപ്പം എല്ലാം കൂടി ഇതൊന്ന് പെരക്കട്ടെ. ആവിയിൽ വേവിച്ചതാണ്, അതുകൊണ്ട് വെള്ളമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുള്ള ചേനയാണ്. ഇനി ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ചീനിച്ചട്ടി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ കാഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്, കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ ഫ്രൈ ചെയ്യാൻ. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇളക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ അവിടെ നിന്നാവട്ടെ. സൂപ്പർ ടേസ്റ്റാണ് ഗൈസ് ഇത് കഴിക്കാൻ. ഇങ്ങനെ മാത്രം ഫ്രൈ ചെയ്തിട്ടും കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ചേനയാണെന്നൊന്നും മനസ്സിലാവില്ല. ഇത് ഗൈസ് ഒരുക്കിയായിട്ടുണ്ട്. ഞാനിത് വാങ്ങട്ടെ. ഇനി നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇനി അടുത്തവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ആവട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളിയെല്ലാം വഴറ്റി ഇതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. അധികം വലിയ പണിയൊന്നുമില്ല, പെട്ടെന്നാവും. അപ്പോൾ ഇതാകെ ഇതും കൂടി ആയിട്ടുണ്ട്. ഞാൻ വാങ്ങുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം. അതും കൂടി ഞാനിതാ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ചേന ഫ്രൈ ചെയ്തെടുത്തു. ഇനി സവാള ഇട്ട് കൊടുക്കട്ടെ. സവാള ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക. എല്ലാം നമുക്ക് ഒരുമിച്ച് വഴറ്റിയെടുക്കാം. ഉള്ളി ലേശം നയതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇളക്കട്ടെ. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഇല്ല, എന്നാൽ മാത്രമേ ഉള്ളി അതിലേക്ക് കൂടി വഴന്ന് വരും. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. ഈ ഉള്ളിക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളി ഒന്ന് വഴന്ന് വരാൻ ഞാനൊരു അടച്ചു വെക്കുന്നുണ്ടേ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാമല്ലോ. നമ്മളെ ഉള്ളി ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം.
വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി തക്കാളി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതും ഒന്ന് വഴന്ന് വരണം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിന് വേണ്ടുന്ന ചേനക്കുള്ള നമ്മൾ ഇട്ടിനല്ലോ. അപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇതിന് ആവശ്യമുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് ഇളക്കി നോക്കാം. ഏകദേശം എല്ലാം നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് വഴന്ന് ചേർക്കാം. അപ്പോൾ ആവശ്യത്തിനെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിന് മാത്രമുള്ളതാണ്. മറ്റേ ചേനക്കെല്ലാം വേണ്ടുന്ന നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ട് അതിനൊന്നും വേണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് മാത്രം ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. എല്ലാം കുറേശ്ശേയുണ്ട്. ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് എല്ലാം കുറേശ്ശെ. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാലപ്പൊടി ഇട്ടു എല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ചേന ഇട്ട് കൊടുക്കാം. എന്നിട്ടാടെ അടച്ചു വെക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചേനയുണ്ടല്ലോ, എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. എല്ലാവരും പിടിക്കട്ടെ, എല്ലാത്തിനും കൂടി പിടിക്കട്ടെ. ഒന്ന് അടച്ച് വെച്ചു. അപ്പം ഞാൻ തുറന്ന് നോക്കട്ടെ. വെള്ളം വേണ്ട കൂട്ടർക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പം വെള്ളമൊന്നും ആക്കുന്നില്ല. ഈ ഇതിൽ തന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇനി കുറച്ച് മല്ലിയിലയുണ്ട്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ലാത്ത കാരണം കറിവേപ്പില ഇടുന്നില്ല ഗൈസ്. കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മാത്രം കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഒന്ന് ഉപ്പ് നോക്കിയേക്കാം അങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഞാനിതൊരു പാത്രത്തിൽ വിളമ്പിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉപ്പെല്ലാം പാകാം. ഇനി വേറെ ഉപ്പൊന്നും ഇടണ്ട ഗൈസ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയേ. അപ്പോൾ ഇതാ ഗൈസ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചേന റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.